ഹലോ മൈ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ രാവിലെ ചർച്ചിൽ പോയി. ചർച്ച കഴിഞ്ഞ് വന്നുവെച്ചാൽ ഒരു ഗൃഹപ്രവേശം ഉണ്ടായിരുന്നു. ആ ഗൃഹപ്രവേശത്തിന് പോയി കഴിഞ്ഞ് ഞാനിപ്പം വീട്ടിലെത്തിയതാണ്. ആ ഗൃഹപ്രവേശത്തിൻ്റെ വീട് നമുക്കൊന്ന് കണ്ടു കളയാം. പുതിയ വീട്, ഒരു മലയാളിയുടെ പുതിയ വീടാണ്. ആ സഹോദരൻ എങ്ങനെ കെട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടു കളയാം. വരുവി. ഞാനൊരു ഗൃഹപ്രവേശത്തിന് വന്നാണ്. ഒരു പുതിയ വീടിൻ്റെ ഉദ്ഘാടനമാണിന്ന്. അതിന് ഞാൻ ആ വീട്ടിൽ വന്നതാണ്. ഇന്ന് പുതിയ വീടിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാണ്. അതിനു വേണ്ടി ഞാനിവിടെ വന്നേക്കുവാണ്. പുതിയ വീടാണിത് ഒരു പണിഞ്ഞേക്കുന്നത്. ഇതവരുടെ പുതിയ വീടിൻ്റെ ഹാളാണ് നമ്മളീ കണ്ടത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഡൈനിങ് റൂമാണ് ഈ കാണുന്നത്. ഇത് ഡൈനിങ് റൂമാണ്. അത് കഴിഞ്ഞിട്ട് ഇതവരുടെ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇത് മാസ്റ്റർ റൂമാണ്, ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതവരുടെ ബാത്റൂമാണ്. ഇതവരുടെ ബാത്റൂമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവരുടെ കിച്ചണാണ്. ഇതാണ് അവരുടെ കിച്ചണ്. അവരുടെ കിച്ചണാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് അവരുടെ മേളിലൊരു വീടുകളുണ്ട്. നമുക്ക് മേളിലൂടെ പോയിട്ടും ഇനി ഒരു മുറിയുണ്ട്. ഡൈനിങ് ഹാളിലൂടെ ഫുഡ് കഴിച്ച് ചേരുന്നതാണ്. ഇതവരുടെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. ആ ബെഡ്റൂമാണിത്. അവർക്കൊരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഇതാണ് അവരുടെ ബെഡ്റൂമാണിത്. അവരുടെ പുതിയ അലമാരയാണ് കാണുന്നത്. ഇതവരുടെ ഒരു ബെഡ്റൂം കൂടെ ഉള്ളതാണിത്. ഇതാണ് അവരുടെ ബെഡ്റൂം. അവരുടെ ഡൈനിങ് ടേബിളിൻ്റെ റൂമാണിത്. അത് കഴിഞ്ഞിട്ട് ഇത് വെളിവശമാണ്. ഇത് വെളിവശം. ഇവിടെ ഒരു റൂമുണ്ട്. വെളിവശം അവരുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു മാവുണ്ട്. മാവിൻ മരമുണ്ട് അവരുടെ കോമ്പൗണ്ടിനകത്ത്. ഇതാണ് അവരുടെ വീടിൻ്റെ പുറവശം കാണുന്നത്. ഇതാണ് അവരുടെ ഹാള്. കാണുന്നതാണ് അവരുടെ ഹാള്. അച്ഛൻ പ്രാർത്ഥിക്കാൻ വന്നേക്കുവാണ്. അവരുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നതാണ് നമ്മളീ കാണുന്നത്. അവരുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ്. യൂട്യൂബ് ചാനലുണ്ട്. ഇതവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നേക്കുവാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിനകത്ത്. ഫസ്റ്റ് ഫ്ലോറിനകത്ത് ഫുഡ് കഴിക്കാനുള്ള ടേബിളുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടേക്കുവാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. അവിടെ എല്ലാവർക്കും ഫുഡ് കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റാണ്. ഹാളാണിത്. അത് കഴിഞ്ഞിട്ട് ഇത് കിച്ചണാണ്. വലിയൊരു കിച്ചണാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ബെഡ്റൂമുണ്ട്. ഇതാണ് വലിയൊരു ബെഡ്റൂം കൂടെ ഉണ്ട് അവർക്ക്. ഇതാണ് അവരുടെ ബെഡ്റൂം. ഇനി അത് കഴിഞ്ഞിട്ട് അവർക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്ഥലമാണിത്. അത് കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് അറ്റാച്ച് ബാത്റൂം. ഇത് അറ്റാച്ച് ബാത്റൂമാണ് അവരുടെ.
ഇത് അറ്റാച്ച് ബാത്റൂമാണ്. ഏതാ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മേളത്തെ ഭാഗമാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ മേളത്തെ ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇന്ന് ഇത് വലിയൊരു ഹാളാണ്. ഇത് വെളിവശം മേളിലും ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്, താഴെയുമുണ്ട്. ഇത് മേളിൽ ഫുഡ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവർ വെച്ചേക്കുന്നത്. ഇതാണ് അവരുടെ പുതിയ വീട്. പുതിയ വീടാണിത്. ഇത് തുണികളൊക്കെ നനച്ച് ഉണങ്ങാനുള്ള സൗകര്യത്തിൻ്റെ പേരിലുള്ള ഡിസൈനുകളൊക്കെയാണിത്. ഇവിടെ സൗകര്യമുണ്ട് തുണി നനയ്ക്കാൻ, തുണി നനച്ച് മേളി വിരിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു മാവ് അവർക്കുണ്ട്. താഴെവശം ഗ്രൗണ്ട് ഫ്ലോറാണത്. അതിനകത്ത് തന്നെ ഒരു കപ്പയും നട്ടിട്ടുണ്ട്. വാ, ഒരു മൂട് 3-4 മൂട് കപ്പയുമുണ്ട്, ചെടികളെല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീടാണിത്. പുതിയ വീടാണ്. ഇന്ന് ഗൃഹപ്രവേശമാണ്. ഞാൻ ആ ഗൃഹപ്രവേശത്തിന് വന്നതാണ്. ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും ഇനി എത്തിയിട്ടില്ല. എല്ലാവരും പള്ളി കഴിഞ്ഞ് വരണം. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഹായ്, കണ്ടില്ലേ? താഴ്വശം കണ്ടില്ലേ? അതിമനോഹരമായ ഒരു തെങ്ങുണ്ട്. തെങ്ങ് നിറച്ച് ഫലപുഷ്ടമായ തേങ്ങ ഉണ്ട്. അത് കഴിഞ്ഞ് നല്ല 2 മൂട് കപ്പയുണ്ട്. പിന്നെ മുന്നവശത്ത് എല്ലാ സൗകര്യങ്ങളും, ചെടികളെല്ലാം നടാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു വീടാണിത്. അതിമനോഹരമാണ് ഈ വീട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ഓക്കെ, ബൈ, സീ യു മൈ ഫ്രണ്ട്സ്. ആ വീടിൻ്റെ തന്നെ ബാക്കി ഭാഗങ്ങളാണ് നമ്മളീ കാണുന്നത്. അതിമനോഹരമായ ചെടികളാണ് നട്ടു വളർത്തിയേക്കുന്നത്. ആ വീടിൻ്റെ തന്നെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല ചെടികളുണ്ട്. കൂടാതെ കണ്ടില്ലയോ, ചെമ്പരത്തി പൂവ് അവർ വളർത്തിയിട്ടുണ്ട്. ഹായ്, സൂപ്പറായിട്ടുണ്ട്. ചെമ്പരത്തി തുളസിയുണ്ട്, മുല്ലയുണ്ട്. തുളസി, മുല്ല, അലവേറ, പനിക്കൂർക്ക, റോസ്, അങ്ങനെ അതിമനോഹരമായ എല്ലാ ചെടികളോട് കൂടി ഉള്ള വീടാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഫ്രണ്ട്സ്, എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും? നല്ലൊരു വീടാണല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്രത്യേകം ഷെയർ ചെയ്യണേ. ഓക്കെ, ബൈ ബൈ മൈ ഫ്രണ്ട്സ്. ഇത് അച്ഛൻ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. പള്ളിയിലെ അച്ഛൻ യേശുവിനെ ഗിഫ്റ്റ് കൊടുത്തു. എടുത്തിട്ട്